തിരുവയുടെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നേരിയ വിള്ളൽ തുടരുന്നതിനിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. കനത്ത സുരക്ഷയിലാണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനം. ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്ന റഷ്യയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസിയാണ് പുടിൻ്റെ സ്വകാര്യ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റിൻ്റെ സുരക്ഷ, സ്വകാര്യത, ആരോഗ്യ വിവരങ്ങൾ എന്നിവയെല്ലാം സ്റ്റേറ്റ് രഹസ്യം പോലെയാണ് കൈകാര്യം ചെയ്തത്. ഇന്ത്യയിലെത്തുമ്പോഴും വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കുക തൻ്റെ ഔദ്യോഗിക കാറിലാണ്. ഇതിനായി റഷ്യയിൽ നിന്ന് കാർ ഇന്ത്യയിലെത്തിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബീസ്റ്റ് വാഹനത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ് പുടിൻ്റെ കാർ. ബീസ്റ്റിനൊപ്പം തലപ്പൊക്കമുള്ളതാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുടിൻ്റെ ആഡംബര കാർ. റോൾസ് റോയ്സ് വാഹനവുമായി ഏറെ സാമ്യവുമുണ്ട് ഈ വാഹനത്തിന്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഔദ്യോഗിക വാഹനം റഷ്യയുടെ ഔദ്യോഗിക സ്റ്റേറ്റ് കാറായ ഔറസ് സെനാറ്റ് ലിമോസിൻ ആണ്. ഔറസ് എന്ന പേര് ലാറ്റിൻ ഭാഷയിൽ സ്വർണത്തെ സൂചിപ്പിക്കുന്ന ഔറം എന്നും റഷ്യയെ സൂചിപ്പിക്കുന്ന റസ് എന്നും ഉള്ള വാക്കുകളിൽ നിന്നാണ് രൂപം കൊണ്ടത്. 2018 പുടിൻ്റെ 4ാമത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഈ വാഹനം ആദ്യമായി അവതരിപ്പിച്ചത്. പഴയ മെഴ്സിഡസ് ബെൻസ് A600 ഗാർഡ് പുൾമാൻ കാറിന് പകരമായാണ് ഔറസ് സെനാറ്റ് ലിമോസിൻ കാർ എത്തിയത്. റഷ്യൻ കമ്പനിയായ ഔറസ് മോട്ടേഴ്സ് ആണ് ഈ കാർ നിർമ്മിക്കുന്നത്. പൊതുജനങ്ങൾക്കും ഈ കാർ ലഭ്യമാണ്. നിലവിൽ ലഭ്യമായ മോഡൽ ഒരു കവചിത L700 ലിമോസിനാണ്. റോൾസ് റോയ്സ്, ബെൻലി കാറുകളുടെ രൂപഭംഗിയിൽ നിർമ്മിച്ച വാഹനം റഷ്യൻ റോൾസ് റോയ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഔറസ് സെനാറ്റ് ലിമോസിൻ നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ കോർട്ടേഷ് എന്ന ആഡംബര വാഹന ശ്രേണിയുടെ ഭാഗമായാണ്. നമി എന്ന സ്ഥാപനമാണ് ഇത് രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും. ആദ്യകാല മോഡലുകളിൽ നിന്ന് 4.4 ലിറ്റർ ടിൻ ടർബോ V8 എഞ്ചിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് ഏകദേശം 598 കുതിരശക്തി നൽകുന്നു. 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഇതിനുണ്ടായിരുന്നു. ഒരു V12 ഹൈബ്രിഡ് പതിപ്പും വികസിപ്പിച്ചിട്ടുണ്ട്. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഏകദേശം 6 സെക്കൻഡ് മാത്രം മതിയാവും. പരമാവധി വേഗത മണിക്കൂറിൽ ഏകദേശം 249 കിലോമീറ്ററാണ്. പുടിൻ്റെ വാഹനം അതീവ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെടിയുണ്ടകളെയും ഗ്രനേഡ് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. റൺ ഫ്ലാറ്റ് ടയറുകൾ, 6 സെൻറ്റിമീറ്റർ കട്ടിയുള്ള ബാലിസ്റ്റിക് ഗ്ലാസ്, അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തു കടക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിലുണ്ട്. റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാറിൻ്റെ നിർമ്മാണം. ഏകദേശം 7 മീറ്റർ നീളവും ടൺ കണക്കിന് ഭാരവുമുള്ള പുടിൻ്റെ കാർ ഒരു കോട്ട പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാസായുധ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ അധിക ഓക്സിജൻ സംവിധാനവും കാറിലുണ്ട്. അഗ്നിശമന സംവിധാനവും VR10 ബാലിസ്റ്റിക് നിലവാരത്തിലുള്ള സംരക്ഷണം നൽകുന്ന കോമ്പസ്റ്റിക് മെറ്റീരിയലുകൾ എന്നിവയും ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഒരു മിനി കമാൻഡ് സിസ്റ്റവും ഇതിൽ ഉൾക്കൊള്ളുന്നു. റൺ ഫ്ലാറ്റ് ടയറുകൾ, അഗ്നിശമന സംവിധാനം, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയും ഉണ്ടാവും. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ലിമോസിൻ പോലെ തോന്നുമെങ്കിലും ഇതൊരു ടാങ്കിൻ്റെ കരുത്താണ് ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. പുടിൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ AI നിരീക്ഷണ സംവിധാനങ്ങൾ, മുഖം തിരിച്ചറിയാനുള്ള ക്യാമറകൾ, എൻക്രിപ്റ്റ് ചെയ്ത റേഡിയോ ട്രാഫിക് എന്നിവയുള്ള പ്രത്യേക കൺട്രോൾ റൂമുകൾ എന്നിവ സജ്ജീകരിക്കും. ഇത് പുടിൻ്റെ നീക്കങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. പ്രത്യേക ഡ്രോണുകൾ വാഹനവ്യൂഹത്തിന് മുകളിലായി പറക്കും. കൂടാതെ നിരവധി സ്നൈപ്പർ ടീമുകൾ കെട്ടിടങ്ങളുടെ മുകളിലും ഉയരമുള്ള സ്ഥലങ്ങളിലും നിലയുറപ്പിക്കുകയും ചെയ്യും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുന്നത് ബീസ്റ്റ് എന്നറിയപ്പെടുന്ന വാഹനത്തിലാണ്. ഇത് കാഡിലാക് നിർമ്മിച്ച ഒരു കസ്റ്റം മോഡ് ലിമോസിനാണ്. കാഡിലാക് 1, ഫസ്റ്റ് കാർ, സ്റ്റേജ് കോച്ച് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. 2014 നിർമ്മാണം ആരംഭിച്ച് 2018 ട്രംപിൻ്റെ ഭരണകാലത്താണ് ഇത് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.